ഹലോ, ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മധുരമാണ്. റവ കൊണ്ടുണ്ടാക്കുന്ന മധുരം. ഇതിന് അധികം നെയ്യൊന്നും വേണ്ട, ഒരല്പം നെയ്യ് മാത്രം മതി പാത്രത്തിൽ തൂവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതിലേക്ക് ഒട്ടും നെയ്യ് ചേർക്കുന്നില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ഒരു കപ്പ് കൊണ്ട്, ഒരു ബൗൾ കൊണ്ട് ഒരു 3/4 ബൗള് റവ എടുത്ത് നന്നായി മിക്സിയിൽ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ഈ പൊടി ഒരു പാത്രത്തിലേക്കിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിർത്തി വയ്ക്കണം. അരമണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം നമുക്കിത് നന്നായി പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അതിനു മുൻപ് നമുക്ക് ശർക്കര ആവശ്യമാണ്. ഇതിലേക്ക് 200 ഗ്രാം ശർക്കര ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഉരുക്കി അരിച്ചെടുക്കണം. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം ഇത് കൈ കൊണ്ട് ഈ മാവ് നന്നായി ഒന്ന് ഉടച്ചതിന് ശേഷം തുണിയിലോ അരിപ്പയിലോ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിലും ഇത് അരിച്ചെടുക്കാവുന്നതാണ്. ഈ അരിച്ചെടുത്ത പാലിലേക്ക് ഒരു തേങ്ങയുടെ പാല്, നല്ല കട്ടിപ്പാല് തന്നെ, തേങ്ങയുടെ കട്ടിപ്പാല്, 1-ാം പാല് 2-ാം പാൽ എന്നൊന്നുമില്ല, നല്ല കട്ടിപ്പാൽ ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടുപ്പിൽ വെച്ച് നന്നായി ഇളക്കി വറ്റിക്കണം. ഇതുപോലെ കുറുകി വരുമ്പോൾ നമുക്ക് അരിച്ചു വച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ചേർക്കാം. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം നേരിയ തീയിലിട്ട് ഇതൊന്ന് നന്നായി വറ്റിച്ചെടുക്കണം. പാത്രത്തിൽ നിന്ന് വിട്ടുപോകുന്നത് വരെ നമുക്ക് നന്നായി ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 നുള്ളു ഉപ്പും വെളുത്ത എള്ള് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഏലക്കായ ചേർക്കാം. ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്കായപ്പൊടി ചേർക്കുന്നില്ല. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നത് വരെ ഒന്ന് ഇളക്കി നന്നായി വറ്റിച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരല്പം നെയ്യ് തൂവി ഇതിലേക്ക് വെളുത്ത എള്ള് വിതറിയിടാം. ഗാർണിഷിനായി നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. കാഷ്യൂനട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരു സ്പൂണ് കൊണ്ട് ഇതൊന്ന് നന്നായി ഷേപ്പ് ചെയ്തെടുക്കാം. ഇതൊന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം വെള്ളം കൂടി വിതറി ഗാർണിഷിങ് ചെയ്യാം. ഇനി നന്നായി തണുക്കുന്നത് വരെ പുറത്ത് വെച്ചതൊന്ന് തണുപ്പിക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. പുറത്ത് തന്നെ ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മുറിച്ചെടുക്കാൻ പാടുള്ളൂ. ചൂടെല്ലാം മാറി നന്നായി തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ച് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.